സാർ കാപ്പി. ചെക്ക്. ആകെ നാശപൂശമാക്കിയ ലക്ഷണമുണ്ട്. ഡാഡിയോട് പറഞ്ഞു കാണോ? നിൽക്കണവിടെ. വീട്ടിൽ കൊണ്ടാക്കിയോ? ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ലിഫ്റ്റ് കൊടുക്കാൻ. നാളെ മുതൽ ബൈക്കുമായിട്ട് ഓളെ പോകണ്ട, ബസ്സിൽ പോയാൽ മതി. അയ്യോ ചേട്ടാ, അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ സമയത്തിന് എത്താനാവില്ല. ഞാൻ ഡാഡിയോട് പറയാം, ഡാഡി തീരുമാനിക്കും. അയ്യോ ചേട്ടാ പ്ലീസ്, ഡാഡി അറിഞ്ഞാൽ. എന്താ കാര്യം? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഇവൻ ചെയ്തോ? ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഡാഡി കേട്ടില്ല. പിന്നെ എന്താ കാര്യം? ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, ഇത് പുറകിൽ ഒരാളെ പിച്ചാടാം. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊന്നും സംഭവിച്ചില്ല. ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാനെ. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. എന്തൊരു സ്പീഡിൽ ഇവൻ വണ്ടി ഓടിക്കുന്നറിയോ? വിനയാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞുണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുതെന്ന്? ഡാഡി, അല്ല ഇവന്റെ മാത്രം കുഴപ്പമില്ല, ആ ലോറിക്കാരന്റെ കയ്യിൽ ഒരു ലേശം പെശകുണ്ട്. അത് നീ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചോണ്ടല്ലേ? ഏതായാലും നാളെ ഫോൺ. താങ്ക് യു മൈ ഡിയർ ബ്രദർ. ഒരു താങ്ക് യു ബ്രദർ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ മൂടും പോയി. ഇനി ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇതേ രക്ഷയുള്ളൂ. എന്താണ് ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ഡാഡി, ഇത് ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ. Stop it. ഇതിനാണല്ലേ നീ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്യുന്നത്? ഇന്നെന്തേ മറന്നുപോയോ? വിനയ, നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ കുറ്റമല്ല. ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോയി. അതിന്റെ തകരാറാണ്. എല്ലായിടത്തും കൊണ്ട് കത്തിച്ചു കളാം. അവിടെ കൂടെ എല്ലാം കത്തിച്ചു കളാം. മേലിൽ ഇത്തരം ചിത്രങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോകരുത്. നീ എത്ര വയസ്സിൽ തുടങ്ങിയതാ ഈ പ്രേമവും ശൃംഗാരവും ഒക്കെ? ചേട്ടാ, ഇവിടെ ഇനി അതും ഇതും പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ. കേൾക്കട്ടടാ. ഡാഡി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും. ഞാനാണ് നിനക്ക് എല്ലാത്തിനും വളം വെച്ച് തരുന്നത്. ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്നു പറയാൻ പോവാ. ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു കള്ളനല്ലേ. കയ്യറ, എനിക്കെന്റെ മയക്കൊന്നും കണ്ട. ചേട്ടാ, ഇന്ന് ഏതവനെയാ കണി കണ്ടത്? എടാ, കണി കണ്ടതിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. ഞാനിപ്പോ എന്ത് തെറ്റെന്നാ ചേട്ടൻ പറയുന്നത്? അപ്പൊ അവനൊന്നും അറിഞ്ഞിട്ടില്ല, പച്ചപ്പാവം. ഏതാടാ പെണ്ണ്? അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവൻ നായരുടെ മകളാ. കൊള്ളാവല്ലോ. ഇടി പാഴ്സലായിട്ട് വരാൻ പറ്റിയിടത്താണ് എന്റെ അനിയൻ ബന്ധം വെച്ചിരിക്കുന്നത്. നിന്റെ യോഗം. എന്താണ് അവളുടെ പേര്? കല. തലേ? അല്ല, ശശികല. അവൾ നിന്റെ കൂടാണോ പഠിക്കുന്നത്? അല്ല, സെന്റ് തെരേസാസിലാ. പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം. അത് ശരി. അതാണ് സാറ് രാവിലെ തലയിലും കിട്ടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ? എന്താ നിങ്ങളുടെ ഭാവി പരിപാടി? ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ, ആകെ കുഴഞ്ഞു പോകും.
ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ്. എഴുതേക്കടാ, എഴുതേക്കടാ. എന്താണ് നീ ചോദിച്ചത്? പ്രേമിക്കുന്നത് കുറ്റമാണോ? നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്തരവായത്. പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം. എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടൻ ഇങ്ങനെയൊന്നും സാധിക്കാത്തതിന്റെ ജലസിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്തോ ജലസിയോ? മുലകുടി മാറാത്ത നിന്നെ പോലത്തെ പരട്ട പയ്യന്മാരുടെ പേട്ട പ്രേമം കാണുമ്പോ എനിക്ക് ജലസിയോ? പഠിക്കാൻ പോയാ പഠിക്കണം, അല്ലാതെ പഠിത്തവും കളഞ്ഞ് ഉഴപ്പിക്കേണ്ട പെമ്പിള്ളേരെ പുറകെയാണെന്നുണ്ടല്ലോ. ആർക്കിനെ ഷേപ്പ് ചെയ്യാൻ മതികള്. ബാലേന്ദ്ര സാറിന് അങ്ങനെ വിളിക്കുന്നു. ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് മറന്ന പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യമെല്ലാം വെച്ച് കാച്ചു. ഓ, ഇനി അറിഞ്ഞെന്ന് വെച്ച് ചാകാനൊക്കെ പറ്റൂ. എപ്പോഴായാലും ഡാഡി അറിയേണ്ടതല്ലേ. വേദനിച്ചോന്ന് ചോദിച്ചാൽ വേദനിച്ചു. സാധാരണ ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്താൽ വിനോദിനെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വേദനിക്കാറില്ല. അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നേഴ്സുമാരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ. സത്യം പറയാമല്ലോ, എനിക്ക് വേദനിച്ചു. പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. വിനോദിനോട് ഡോക്ടർ സിഗരറ്റ് വലിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും കണ്ടില്ലേ സിഗരറ്റ് വലിച്ചു കൂട്ടിയിരിക്കുന്നത്? ആരാ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്? എനിക്കറിയാം, ഇതൊക്കെ മത്തായിയുടെ പണിയായിരിക്കും. ഒന്ന് മാറിക്കേ. മാറൂ. എന്താ ഇത്? സോറി സിസ്റ്റർ, വലിക്കായിരുന്നിട്ട് ഏതാണ്ട് പോലെ. അതുകൊണ്ടാ. എന്റെ പൊന്നു സിസ്റ്റർ അല്ലേ, അതിങ്ങി തന്നേരെ. ഇല്ല, ഞാൻ തരില്ല. സിസ്റ്ററെ, ഒരു സ്ത്രീയുടെ ആദ്യ ചുംബനത്തേക്കാൾ ആസ്വാദ്യകരമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയാലേ രോഗം മാറില്ല. സിസ്റ്റർ എന്തിനാ കഷ്ടം മാറ്റണേ? എന്റെ സിസ്റ്റർ അത് കളയല്ലേ, എന്റെ പൊന്നു സിസ്റ്റർ അത് കളയല്ലേ. I'm sorry about it. I'm sorry. It's okay. Sure. ഇതെന്താ? വെള്ളം. അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ. അതെ അതെ, കുടിക്കാനുള്ള വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നത്. എന്റെ സിസ്റ്റർ അത് കോർപ്പറേഷൻ വാട്ടറാണ്, കുടിക്കാനൊന്നും കൊള്ളില്ല. അതുകൊണ്ടാ ഞാൻ പിന്നെ എന്റെ പൊന്നു സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ, അത് വലിയൊരു കുഴപ്പമാകല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യായിരുന്നു. ഇപ്പൊ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഇനി സിസ്റ്റർക്ക് ഈ റൂം എവിടെയൊക്കെ പരിശോധിക്കാണ്ടോ അവിടെ എല്ലാം പോയി പരിശോധിക്കും. സമാനായല്ലോ. ഒരു സിഗരറ്റ് സ്മോളോ വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ എന്തോന്ന് ഹോസ്പിറ്റലാ സിസ്റ്ററെ? വിനോദ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് വിനോദാ. നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ശരിയാണ്, ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ. സിസ്റ്റർ എന്നോട് എന്തോ തന്ത്രപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്റെ രോഗം എന്താണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. വിനോദിന് കാര്യമായി ഒരു അസുഖവും ഇല്ല. അത് ശരിയാ. അല്ല, ഇതാ രമ്യ മോള്. മോളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഏതായാലും മോളിട്ടിരിക്കുന്ന പേര് കൊള്ളാം, ത്രിബിളക്സ് അങ്കിൾ. ത്രിബിളക്സ് 555. ഞാൻ വരട്ടെ. കംപ്ലീറ്റ് കഴിഞ്ഞു മോളെ. മത്തായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്കളോട് കേട്ടാ സാറേ, ആ സിസ്റ്റർ വെച്ച് വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ചാൽ പുറത്തു നിന്നതിന്റെ കാലഘട്ടല്ല. ആ കൊച്ചി എപ്പോ നോക്കിയാലും സാറിന്റെ മുറി തന്നെയാണല്ലോ. എന്നാലും ആ കൊച്ചി വെറും പാവണ് കേട്ടാ. പിന്നെ സാറിന്റെ പണികളെയൊന്നാണ് തോന്നണത്. ആ നേഴ്സ് കൊച്ചെങ്ങാനും ചെന്ന് ഈ കുപ്പിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞാലുണ്ടല്ല, എന്റെ ചീട്ട് കീറും സാറ്. മത്തായി പേടിക്കണ്ടോ, സൂസി ഒന്നും പറയില്ല. എന്നാ ഞാൻ പോട്ടാ, ഡോക്ടർ റൗണ്ടിന് വരാൻ സമയമായി. മോള് വരുന്ന മത്തായി ചേട്ടന്റെ കൂടെ? ആ, മോള് മറന്നു. മത്തായി ചോണിക്കവിടെ. ആ, ഞാൻ മറന്നുപോയി കേട്ടാ. മാതാവ് എവിടെയാണ്? സാറിന്റെ അടുത്ത് വരട്ടെ. എനിക്ക് ഒത്തിരി വെച്ചേക്കണം കേട്ടാ.
അലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇത് കൊള്ളില്ല. പെണ്ണിന്റെ പിറന്നാളിന് ഒരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാൾ കഴിഞ്ഞാലും സാരി സെലക്ട് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കൊച്ചൊരു കാര്യം ചെയ്യ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സാരി സെലക്ഷൻ കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി. ആ നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാ. പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല പിള്ളേ. പെണ്ണ് കാണാൻ പോയത് ബാലേന്ദ്രനാണ്. നമ്മൾ പോയി പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണോ താൻ പറയുന്നേ? അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? കേൾപ്പിക്കണം. അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതാണ് താൻ ചോദിക്കണം. ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ. ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്ന് തീരുമാനിക്കും. അപ്പൊ നാളെ പോകുന്ന കാര്യം? ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ജോലി കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ. അതാ കാര്യം. നാളെ തന്നെ പോവാം. താൻ കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വയസ്സായി. കഴിഞ്ഞ 35 വർഷക്കാലം നാടിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ്. മിലിറ്ററി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല. ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയേ തീരും. വിവാഹത്തെപ്പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? തുറന്നു പറയൂ, എന്നോട് തുറന്നു പറയൂ. ഒന്നുമില്ല ഡാഡി. എന്നാലും ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഇപ്പോഴേ വൈകിപ്പോയി. ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടി പോണം. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹം ഉടനെ നടത്തണം. എന്നാൽ ഇനി സമയം കളയണ്ട, ഞാൻ മകളെ വിളിക്കാം. ആ ബാല, പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം. ഞാനെന്ത് ചോദിക്കാൻ? ചേട്ടന് വലിയ നാണമാ. മോനൊരു കാര്യം ചെയ്യും, പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേങ്കിലും കൊണ്ടുപോയി കുളത്തിൽ ചടിച്ചെന്ന് പറയരുത്. അത് ഞാൻ ഏറ്റുവെങ്കിൽ. ആ പോകാമോളെ? ചേട്ടാ വരാണ്ട് വരാണ്ട്, ഏറ്റിട്ടിരുന്നോ? ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലചന്ദ്രൻ, പൈലറ്റാ. എപ്പോഴും ആകാശമായോണ്ട് ഭൂമിയിൽ തീർക്കുന്ന കാര്യങ്ങളൊക്കെ മേപ്പിടിയാനങ്ങ് മറന്നിരിക്കും. പിള്ളേങ്ങൾ വളിപ്പ് വിടാൻ തുടങ്ങി. തോണ്ടൊന്നും വേണ്ട, അനിയനെ പരിചയപ്പെടുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇത് ബാലചന്ദ്രന്റെ അനുജൻ, പേര് വിനയൻ. പേര് വിനയൻ എന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല. വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടോ ചോദിച്ചോണം. എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ല, അങ്ങോട്ട് മാറുമെന്ന് ചോദിച്ചാലും മതി. ഒന്നുമില്ലെന്നേ. തനിക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിലും ആകാം, ചേട്ടത്തിയായിട്ട് വരാനുള്ളല്ലേ. ഷീലയുടെ പേരെന്തുവാ? സോറി. താൻ വേർക്കൊന്നും വേണ്ട,
ആദ്യമൊക്കെ ആകുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും. സാരമില്ല, ചോദിച്ചു. ആ വിമൻസ് കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ. അവിടെ എത്ര ബോയ്സ് ഉണ്ട്? ഇനി താൻ ചോദിക്കണ്ട. പൂവങ്കോരി എത്ര മുട്ടയിടുമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണ് കാണാൻ പറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ. ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു.